ഹലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കൃഷിയാണ്. ഹലോ, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരു സെക്കൻഡ്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കൃഷിയാണ്. കൃഷി നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, പുതിയ ടോപ്പിക് അല്ലേ? അപ്പൊ ഇന്ത്യയിലെ കാർഷിക രീതികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഭൂമിയുടെ സ്വഭാവം, കാലാവസ്ഥ സവിശേഷതകൾ, ജലസേചന സൗകര്യം, വളക്കൂറുള്ള മണ്ണ്, നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യയിലെ കൃഷിയുടെ അതിന്റെ വിളവ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു. നമ്മൾ പല ടൈപ്പ് കൃഷി രീതികളെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിക്കാനുണ്ടായിരുന്നു. അതിന്റെ ഒരു സമ്മറിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഷിഫ്റ്റിംഗ് കൃഷി രീതി എന്താണ്? ഷിഫ്റ്റിംഗ് കൃഷി രീതി നമ്മൾ പഠിക്കും. അങ്ങനെ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് നെല്ല്, ചോളം, തിന, പച്ചക്കറികൾ. ഷിഫ്റ്റിംഗ് കൃഷി രീതിയിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല്, ചോളം, തിന, പച്ചക്കറികൾ. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന ഒരു പേരായിരിക്കും ബേൺ ആൻഡ് സ്ലാഷ് കൾട്ടിവേഷൻ. ബേൺ ആൻഡ് സ്ലാഷ് കൾട്ടിവേഷൻ. ഈ പേരിൽ അറിയപ്പെടുന്ന കൃഷി ഏതാണ്? ബേൺ ആൻഡ് സ്ലാഷ് കൾട്ടിവേഷൻ എന്നറിയപ്പെടുന്നത് ഷിഫ്റ്റിംഗ് കൃഷി രീതിയാണ്. ഷിഫ്റ്റിംഗ് കൃഷി രീതിയുടെ മറ്റൊരു പേരാണ്. അപ്പൊ എന്താണ് ഈ ഷിഫ്റ്റിംഗ് കൃഷി രീതി? കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുകയും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് പുനഃകൃഷി, മാറ്റകൃഷി അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങി, അവിടെ കൾട്ടിവേറ്റ് ചെയ്ത് മാക്സിമം ആയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫലഭൂയിഷ്ഠത പതിയെ കുറഞ്ഞു തുടങ്ങി, നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സ്ഥലം മാറ്റി മറ്റൊരു സ്ഥലത്ത് കൃഷി ചെയ്ത് തുടങ്ങുന്നു. അതിനാണ് പുനർകൃഷി, മാറ്റകൃഷി, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതേ കൃഷിനെ അരുണാചൽ പ്രദേശ്, അസം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജൂമിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ജൂമിംഗ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് ജൂമിംഗ്. ഇനി കർഷകനും കുടുംബവും തങ്ങൾക്കോ പ്രാദേശിക വിപണിക്കോ വേണ്ടി വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഉപജീവന കൃഷി. അപ്പൊ ഒരു കർഷകനും കുടുംബവും തങ്ങൾക്കും പ്രാദേശിക വിപണിക്കൊക്കെ വേണ്ടിയിട്ട് വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് ഉപജീവന കൃഷി. ഇനി കൂടുതൽ മുതൽ മുടക്കി കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്യുന്നു, അതും പരമാവധി കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കടും കൃഷി അല്ലെങ്കിൽ തീവ്ര കൃഷി, ഇന്റൻസീവ് അഗ്രികൾച്ചർ. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശം പിന്നെ കുറെ കാലത്തേക്ക് വേറെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. അതാണ് കടും കൃഷിയുടെ പ്രശ്നം. ഇനി ഓരോ വർഷവും അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള വർഷങ്ങളായിട്ട് പ്രഖ്യാപിച്ച് സെലിബ്രേഷൻസ് നടത്താറുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. 2004 നെല്ല് വർഷമാണ്, 2009 പ്രകൃതിദത്ത നാര് വർഷമാണ്, 2011 വനവർഷമായിരുന്നു, 2014 കുടുംബ കൃഷി വർഷമായിരുന്നു, 2015 മണ്ണ് വർഷമായിരുന്നു, 2016 പയർ വർഷമായിരുന്നു, 2020 സസ്യാരോഗ്യ വർഷമായിരുന്നു, 2021 പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷമായിരുന്നു, 2022 കരകൗശല, മത്സ്യ, അക്വാകൾച്ചർ വർഷമായിരുന്നു, 2024 മില്ലറ്റ് വർഷമായിരുന്നു. ഇതിലെ 2024 ഒരു പീരീഡ് ആയിട്ട് ഒന്ന് രണ്ട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഓരോ വർഷവും ഇങ്ങനെ ഓരോ പ്രത്യേകതകൾ കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഇനി സാധാരണ UN ആണ് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്താറുള്ളത്. അത് ഓരോ വർഷവും ഇങ്ങനെ മാറി മാറി വരും. ഞാൻ അതിന്റെ 2025 ഏതാണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇനി കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മുതൽ മുടക്കി ചെയ്യുന്ന കൃഷിനെയാണ് വിശാല കൃഷി, വിപുലമായ കൃഷി അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ഫാമിംഗ് എന്ന് പറയുന്നത്. യന്ത്രങ്ങളുടെ വ്യാപകമായ ഉപയോഗം മൂലം ഇതിനെ മെക്കാനിക്കൽ ഫാമിംഗ് എന്നുകൂടി വിളിക്കാറുണ്ട്. വലിയ ഫാമുകളിൽ നടക്കുന്ന കൃഷിയാണ് ആധുനിക കൃഷി അല്ലെങ്കിൽ വിപുലമായ കൃഷി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പ്ലാന്റേഷൻ കൃഷിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊരു തരം വാണിജ്യ കൃഷിയാണ്. അതായത് റബ്ബർ, തേയില, തെങ്ങ്, കാപ്പി, കരിമ്പ്, കൊക്കോ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഫലവിളകൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പ്ലാന്റേഷൻ കൃഷി നടത്തുക, അല്ലെങ്കിൽ തോട്ടം കൃഷി നമ്മൾ തന്നെ വിളിക്കും. അതായത് എക്സ്പോർട്ട് ചെയ്യാൻ പാകത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നതാണ് ഈ പ്ലാന്റേഷൻ കൃഷി. ഇനി ഇന്ത്യയിലെ തോട്ടം കൃഷി പ്രധാനമായും നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? ഇന്ത്യയിൽ തോട്ടം കൃഷി ധാരാളമായിട്ടുള്ളത് കേരളം ഉണ്ട്, കർണാടകയുണ്ട്, ആസാം ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്. ഇത്രയാണ് പ്രധാനമായും പ്ലാന്റേഷൻ കൃഷികൾ നടത്തുന്ന സ്ഥലങ്ങൾ. ഇനി ഭൂമധ്യരേഖ ഉഷ്ണമേഖലാ പ്രദേശത്തോട് അടുത്താണ് പ്രധാനമായും തോട്ടം കൃഷി നടക്കുന്നത്. ഇതിന് ഹൈ ടെമ്പറേച്ചർ അതുപോലെ നല്ല മഴ ഇത് രണ്ടും അത്യാവശ്യമാണ്. ഇപ്പൊ തോട്ടം കൃഷിക്ക് വേണ്ടത് നല്ല താപനില വേണം, ഉയർന്ന മഴയും വേണം. 19ാം നൂറ്റാണ്ടിലെ കൊളോണിയൽ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് പ്ലാന്റേഷൻ ഫാമിംഗ്. ഇനി ഇത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വിദേശ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് വൻതോതിൽ കൃഷി ചെയ്ത് വളർത്തുന്നതിനാണ് വാണിജ്യ കാർഷിക രീതി എന്ന് പറയുന്നത്. ഇനി അത് തന്നെ പഞ്ചാബ്, ഹരിയാന, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഗോതമ്പ്, പരുത്തി, കരിമ്പ്, ചോളം തുടങ്ങിയവയൊക്കെ വാണിജ്യ തലത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷിയെ വിളിക്കുന്ന പേരാണ് ട്രക്ക് ഫാമിംഗ്. 750 മില്ലിമീറ്റർ മുതൽ 500 മില്ലിമീറ്ററോ അതിൽ കുറവോ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചനമില്ലാതെ വിളകൾ വളർത്തുന്ന രീതിയുണ്ട്. അതിനെയാണ് ഡ്രൈ ലാൻഡ് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും രാജ്യത്തിന്റെ വരണ്ട പ്രദേശങ്ങളിൽ പൊതുവെ ഡ്രൈ ലാൻഡ് ഫാമിംഗ് ആണ് നടത്തി വരുന്നത്. ജോവർ, ബജ്ര, പയർ, എണ്ണക്കുരുക്കൾ, പരുത്തി, നിലക്കടല, ധാന്യങ്ങൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡ്രൈ ലാൻഡ് ഫാമിങ്ങിന് എക്സാമ്പിൾ ആണ്. ഇനി തണ്ണീർത്തട കൃഷി എന്ന് കേട്ടിട്ടുണ്ടോ? തണ്ണീർത്തടം അല്ലെങ്കിൽ വെറ്റ് ലാൻഡ് ഇംഗ്ലീഷിൽ വിളിക്കും. അത് മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയോ നല്ല ജലസേചനമോ ഉള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് എന്ത് നടപ്പിലാക്കുള്ളൂ? വെറ്റ് ലാൻഡ് ഫാമിംഗ് അല്ലെങ്കിൽ തണ്ണീർത്തട കൃഷി നടപ്പിലാക്കുള്ളൂ. ഓക്കെ. ഇനി ഇത്തരത്തിലുള്ള കൃഷിയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നതാണ് അരി, ചണം, കരിമ്പ്. വെറ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? വർഷത്തില് പ്രധാന സമയങ്ങളിലെല്ലാം, അതായത് വർഷത്തിലെ 3/4 ഭാഗത്തോളം എപ്പോഴും വാട്ടർ കൊണ്ട് കവർ ചെയ്യപ്പെട്ട സ്ഥലങ്ങളെയാണ് നമ്മൾ വെറ്റ് ലാൻഡ് എന്ന് വിളിക്കുക. ഇനി വടക്കേ ഇന്ത്യ, വടക്ക് കിഴക്കൻ ഇന്ത്യ, പശ്ചിമഘട്ടത്തിന്റെ ചേരുവകൾ എന്നിവിടങ്ങളിൽ വെറ്റ് ലാൻഡ് ഫാമിംഗ് ധാരാളമായിട്ട് നടത്തുന്നുണ്ട്. ഇനി കൃഷിയോടൊപ്പം കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷി രീതി, അതായത് ഒന്നിലധികം കൃഷി ഒരേ സമയത്ത് നടത്തുകയും ഒന്ന് മറ്റൊന്നിനോട് ബന്ധിപ്പിച്ച് നടത്തുകയും ചെയ്യുന്ന കൃഷിയെയാണ് സംയോജിത കൃഷി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് വിളിക്കുന്നത്. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്. ഒന്നിലധികം കൃഷി ഒരേ സ്ഥലത്ത് ഒന്നിച്ച് നടത്തുന്നതിനെയാണ് മിക്സഡ് ഫാമിംഗ് വിളിക്കുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആണ് ഈ വാഴയുടെ കടക്കെ നമ്മൾ പയർ നടന്നത് കേട്ടോ. ഏതിന് എക്സാമ്പിള്?
സമ്മിശ്ര കൃഷിക്ക് ഉദാഹരണം. കാലാവസ്ഥയ്ക്കും വിളവെടുപ്പിന് ആവശ്യമായതും കാലദൈർഘ്യത്തിനനുസരിച്ച് വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതിയെയാണ് വിള പര്യയം എന്ന് പറയുന്നത്, ക്രോപ്പ് റൊട്ടേഷൻ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആദ്യം നമ്മൾ ഒരു സ്ഥലത്ത് പയർ കൃഷി നടത്തി, അത് കഴിഞ്ഞ് അതിന് ശേഷം നമ്മളിപ്പോ വാഴ വെച്ചു, വാഴയുടെ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത കൃഷി ചെയ്തു, അങ്ങനെ മാറ്റി മാറ്റി കൃഷി ചെയ്യുന്ന, അതായത് ഒരേ വിള കണ്ടിന്യൂസ് ചെയ്യാതെ മാറ്റി മാറ്റി ചെയ്യുന്ന മെത്തേഡിനെയാണ് വിളപര്യയം, ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒരേ വിള കൃഷി ചെയ്യുമ്പോൾ മണ്ണിന് നഷ്ടമാകുന്ന പോഷകങ്ങളെ വീണ്ടെടുക്കുന്നതിന് വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്നത് സഹായിക്കും. ഇടവേളകളിൽ നെൽപ്പാടങ്ങളിൽ പയറ്, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യുന്നത് ഇതിനുദാഹരണമാണ്. സ്ഥിരമായി ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്ന രീതിയെയാണ് സ്ഥിര കൃഷി, പെർമനന്റ് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. പിന്നെ പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാതെ മറ്റ് വിളകൾ കൃഷി ചെയ്യുന്നതാണ് ഇടവിള കൃഷി, ഇന്റർ ക്രോപ്പിംഗ്. ഇതിനൊരു ഉദാഹരണമാണ് നമ്മൾ അടയ്ക്കാമരം നട്ടുപിടിപ്പിച്ച സ്ഥലങ്ങളിൽ അതിനോട് ചേർന്ന് പെപ്പർ വളർത്താറുണ്ട്. അതൊരു കൃഷി മറ്റൊന്നിന് ദോഷം വരാത്ത രീതിയിലാണ് ചെയ്തു പോകുന്നത്. വ്യത്യസ്ത ഉയരത്തിൽ വളരുന്ന കൃഷികൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ബഹുതല കൃഷി അല്ലെങ്കിൽ ബഹുവിള കൃഷി, മൾട്ടി സ്റ്റോറി, മൾട്ടി ടയർ ക്രോപ്പിംഗ്. മണ്ണൊലിപ്പ് തടയാനായിട്ട് കൃഷിഭൂമി തട്ടുകളായിട്ട് തിരിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് ടെറസ് ഫാമിംഗ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോണ്ടൂർ കൃഷി. ഒരു കൃഷിഭൂമിയിൽ നിലവിൽ ഒരു വിള കൃഷി ചെയ്യുകയും അതിന്റെ വിളവെടുപ്പിന് മുമ്പായി രണ്ടാമതൊരു വിള കൂടി കൃഷി ചെയ്യുന്ന രീതിയാണ് റിലേ ക്രോപ്പിംഗ്. ഇനി ആളുകൾ കന്നുകാലികളെ ആശ്രയിക്കുന്നതും കന്നുകാലികൾ സ്വാഭാവിക മേച്ചിൽപ്പുറങ്ങളെ ആശ്രയിക്കുന്നതും ദുർഘടമായ കാലാവസ്ഥാ മേഖലകളിൽ ജീവിക്കുന്ന ഗോത്രവർഗക്കാരുടെ ഏറ്റവും പ്രാകൃതമായ കൃഷി രീതിയാണ് നാടോടി കൃഷി, നൊമാഡിക് ഫാമിംഗ്. കൃഷിയിടങ്ങളിലെ മണ്ണിന്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, pH, ജലസാന്നിധ്യം തുടങ്ങിയവയെല്ലാം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠിച്ച് അതിന് ആവശ്യമായ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിള കണ്ടെത്തി കൃഷി ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് അല്ലെങ്കിൽ കൃത്യതാ കൃഷി എന്ന് പറയുന്നത്. പ്രിസിഷൻ ഫാമിംഗ് അല്ലെങ്കിൽ കൃത്യതാ കൃഷി. ഇനി പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി രീതിയാണ് പെർമാകൾച്ചർ. ഈ പേര് നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ, പെർമാകൾച്ചർ. ഇനി വാണിജ്യാടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷിനെയാണ് ട്രക്ക് ഫാമിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മത്സ്യം, ക്രസ്റ്റേഷ്യൻസ്, മൊളസ്കുകൾ, ആൽഗകൾ, ജലസസ്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുന്ന രീതിയാണ് അക്വാകൾച്ചർ, ജലകൃഷി. അക്വാകൾച്ചർ വഴി മത്സ്യ ഉൽപാദനം നടത്തുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമതാണ്, ഒന്നാം സ്ഥാനത്ത് ചൈനയാണ്. ഹൈഡ്രോപോണിക്സ് കൃഷി രീതിയിലൂടെ ചെടികളും അക്വാകൾച്ചർ വഴി മത്സ്യങ്ങളും സംയുക്തമായി കൃഷി ചെയ്യുന്ന രീതിയാണ് അക്വാപോണിക്സ് കൃഷി. ഇനി നമ്മൾ കുറച്ച് കാർഷിക വിപ്ലവങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഹരിത വിപ്ലവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹരിത വിപ്ലവം എന്ന് പറയുന്നത് എന്തായിരുന്നു? കാർഷിക ഉൽപാദനത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു ഹരിത വിപ്ലവം. ധവള വിപ്ലവം പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. നീല വിപ്ലവം മത്സ്യ ഉൽപാദനം. രജത വിപ്ലവം മുട്ട ഉൽപാദനം. മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുടെ ഉൽപാദനം. ഈ ഇത്രയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഗ്രേ വിപ്ലവം വള ഉൽപാദനം. ബ്രൗൺ കൊക്കോ തുകൽ. സിൽവർ ഫൈബർ വിപ്ലവം പരുത്തിയുടെ ഉൽപാദനമായിരുന്നു. റൗണ്ട് വിപ്ലവം ഉരുളക്കിഴങ്ങ്. ചുവപ്പ് വിപ്ലവം മാംസം, തക്കാളി. സ്വർണ വിപ്ലവം പഴം, പച്ചക്കറി, തേൻ. മഴവിൽ വിപ്ലവം കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനം. പിങ്ക് വിപ്ലവം മാംസം, പൗൾട്രി. സ്വർണ ഫൈബർ വിപ്ലവം
അത് ചാകൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പ്രോട്ടീൻ വിപ്ലവം ഉയർന്ന ഉൽപാദനം ലക്ഷ്യമാക്കി, അതായത് സാങ്കേതിക വിദ്യനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ടാം ഹരിത വിപ്ലവത്തിനെയാണ് പ്രോട്ടീൻ വിപ്ലവം എന്ന് പറയുന്നത്. ഇനി പോളിത്തീൻ പോലെയുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനങ്ങളെയാണ് പോളി ഹൗസ് എന്ന് വിളിക്കുക. ഇതിനുള്ളില് താപനിലയും ഈർപ്പവും ക്രമീകരിച്ച് അനേകം മടങ്ങ് വിളവ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇനി സസ്യങ്ങളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. മണ്ണോ ജലമോ ഉപയോഗിക്കാതെ ഉള്ള കൃഷി രീതിയാണ് എയറോപോണിക്സ്. ഇതില് പോഷകങ്ങള് വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. കൊടും തണുപ്പുള്ള പ്രദേശങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായിട്ട് ചെടികൾ സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ വളർത്തുന്ന രീതിയാണ് ഹരിത ഗൃഹ കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ്. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന കൃഷി രീതിയാണ് ഫെർട്ടിഗേഷൻ. നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഫെർട്ടിഗേഷൻ എന്നാണ് അതിന്റെ ഒറിജിനൽ പേര് കേട്ടാ. വിത്തും വളവും എല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് വരുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് HEIA, ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ. ഇനി പുറമേ നിന്ന് ഒന്നും കൊണ്ടുവരുന്നില്ലെങ്കിൽ അതിന് LEISA, ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഇനി ഒന്നിന്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാകുന്ന അല്ലെങ്കിൽ സ്വയം പര്യാപ്തമായ പുറമേ നിന്ന് ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത കൃഷിരീതി അറിയപ്പെടുന്ന പേരാണ് NEISA, നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഇത്രയാണ് കൃഷിയെ കുറിച്ചുള്ള കാര്യങ്ങള്. ഇതിനുശേഷം കൃഷിയുമായി തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള കായിക പ്രജനനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ നോട്ട് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. വായിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ചാറ്റ് ബോക്സിൽ കൃത്യമായിട്ട് നിങ്ങളെ കമന്റ് വരണം കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ മൈക്ക് ടേൺ ഓൺ ചെയ്യാം, ചോദിക്കാം. ഓക്കെ, നോട്ട് എല്ലാവർക്കും തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം കേട്ടോ. നമ്മള് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് കൃഷിയുടെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കായിക പ്രജനനാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് കായിക പ്രജനനം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഏതൊക്കെ രീതിയിലുണ്ടെന്ന് നമ്മൾ പഠിച്ചേക്കണേ? ബഡ്ഡിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇനി ഇങ്ങനെ തണ്ട്, ഇല അങ്ങനെ അല്ലാതെ വിത്തിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് സെക്ഷൽ റിപ്രൊഡക്ഷൻ, ലൈംഗിക പ്രത്യുൽപാദനം. ഇനി ഏതൊക്കെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ മാർഗങ്ങൾ? അതൊന്നാമത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഗ്രാഫ്റ്റിംഗ്, ഒട്ടിക്ക്. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യത്തെ സൃഷ്ടിച്ചെടുക്കുന്ന മെത്തേഡാണ് ഒട്ടിക്കൽ, ഗ്രാഫ്റ്റിംഗ്. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടീനെയാണ് സ്റ്റോക്ക്, മൂലകാണ്ഡം എന്ന് പറയാം. ഇനി സ്റ്റോക്കിലേക്ക് നമ്മൾ ഒട്ടിക്കുന്ന കമ്പാണ് ഒട്ടുകമ്പ്, സയൻ. ഈ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കി വെക്കുക കേട്ടാ. മൂലകാണ്ഡം, ഒട്ടുകമ്പ്, ഈ പേരുകൾ ഓർത്തുവെക്കണം കേട്ടോ. ഇനി ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം മുകുളം ഒട്ടിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബഡ്ഡിംഗ്, മുകുളം ഒട്ടിക്കൽ. ഒരു പൂച്ചെടിയിൽ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു പൂച്ചെടിയിൽ പല വർണ്ണത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. മാതൃസസ്യത്തിന്റെ ശാഖകളിൽ തന്നെ വേരുകൾ ഉൽപ്പാദിപ്പിച്ച്
ആ ഭാഗത്തെ വേർപെടുത്തി മറ്റൊരു ചെടിയാക്കി വളർത്തുന്ന രീതിയാണ് പതിവയ്ക്കൽ, ലെയറിംഗ്. ഈ ലെയറിംഗ് എന്ന 2-3 ടൈപ്പ് ഉണ്ട്. നോക്കിയേ, മരത്തിന്റെ താഴ്ന്നു വളരുന്ന ചെറിയ ശാഖകൾ നിലനിരപ്പിലേക്ക് താഴ്ത്തി മണ്ണിട്ട് മൂടി വേര് പിടിപ്പിക്കുന്ന രീതിയാണ് നിരപ്പിൽ പതിവയ്ക്കൽ, സിമ്പിൾ ലെയറിംഗ്. ചെടി തറനിരപ്പിൽ വെച്ച് മുറിച്ചു മാറ്റി അതിന്റെ കിളിർപ്പുകൾ ഉണ്ടാക്കി പുതിയ സസ്യം ഉണ്ടാക്കുന്ന രീതിയാണ് കൂന പതിവയ്ക്കൽ, മൗണ്ട് ലെയറിംഗ്. ഇനി നീളമുള്ള ഒരു ശാഖ മണ്ണിലേക്ക് വളച്ചു വെച്ച് അതിന്റെ പല ഭാഗങ്ങൾ ഇടവിട്ട് മണ്ണിട്ട് മൂടുന്ന രീതിയാണ് നാഗ പതിവയ്ക്കൽ, സർപ്പന്റൈൻ ലെയറിംഗ്. അതായത് ഒരു ശാഖയിൽ നിന്ന് തന്നെ 1-2 ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, സർപ്പന്റൈൻ ലെയറിംഗ്. ഇനി ഇവിടെ കുറച്ച് കൃഷി രീതികള്, ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ വിവിധ ഇനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, മത്സ്യകൃഷിനെ വിളിക്കുന്ന പേരാണ് പിസി കൾച്ചർ. പിസി കൾച്ചർ. അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടാം? മത്സ്യത്തിന് കിട്ടും, മത്സ്യ എണ്ണ കിട്ടും. ഇതിലെ പ്രധാന വളർത്തുന്ന ഇനങ്ങളാണ് കരിമീനും രോഹും. അടുത്തത് തേനീച്ച വളർത്തൽ. അതിനെ എപ്പി കൾച്ചർ എന്നാണ് വിളിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാ? തേനുണ്ട്, ബീ വാക്സ് ഉണ്ട്. അതിലെ ഇനങ്ങളാണ് കോലൻ, മെല്ലിഫറ, ഞൊടിയൻ. കൂൺ കൃഷി, മഷ്റൂം കൾച്ചർ. അത് ഭക്ഷ്യയോഗ്യമായ കൂണാണ് അതിലെ ഉൽപ്പന്നം. പാൽക്കൂൺ, ചിപ്പിക്കൂൺ, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത്. മുയൽ വളർത്തലിനെ വിളിക്കുന്ന പേരാണ് ക്യൂണി കൾച്ചർ. അത് നമ്മൾ കൃഷി ചെയ്യുന്നത് മാംസത്തിന് വേണ്ടിയിട്ടാണ്. പ്രധാന ഇനങ്ങളാണ് ഗ്രേ ജെയിന്റ്, വൈറ്റ് ജെയിന്റ്, അങ്കോറ. ഗ്രേ ജെയിന്റ്, വൈറ്റ് ജെയിന്റ്, അങ്കോറ. പട്ടുനൂൽ കൃഷിനെ വിളിക്കുന്ന പേരാണ് സെറി കൾച്ചർ. അതിന്റെ ഉൽപ്പന്നം പട്ടുനൂൽ, സിൽക്കാണ്. മൾബറി പട്ടുനൂൽപ്പുഴു, ടസർ, മെഗാ പട്ടുനൂൽപ്പുഴു, ഇതാണ് അതിലെ ഇനങ്ങൾ. കടൽ മത്സ്യ കൃഷിയുണ്ട്, മാരി കൾച്ചർ എന്നാണ് അതിനെ വിളിക്കുക. മത്സ്യഭക്ഷണം, പോഷക അഗർ, ആഭരണങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കാൻ ഈ കൃഷി രീതിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട്. ഫിൻഫിഷ്, ചെമ്മീൻ, നാരൻ, കാര, മുത്തുച്ചിപ്പി, ഇതൊക്കെയാണ് കടൽ മത്സ്യകൃഷിയുടെ പ്രധാനം. ഇനി അലങ്കാര സസ്യ വളർത്തൽ, ഫ്ലോറികൾച്ചർ. അലങ്കാരത്തിന്, കോസ്മെറ്റിക്സ്, പെർഫ്യൂം വ്യവസായത്തിനാണ് അലങ്കാര സസ്യങ്ങൾ വളർത്തുന്നത്. മുല്ല, ചെട്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സസ്യകൃഷിനെയാണ് ഫ്ലോറികൾച്ചർ എന്ന് വിളിക്കുക കേട്ടോ. ഇനി കന്നുകാലി പരിപാലനത്തിനെയാണ് കാറ്റിൽ ഫാമിംഗ് എന്ന് വിളിക്കുക. ഉൽപ്പന്നങ്ങൾ പാല്, മാംസമാണ്. പശുവിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ജേഴ്സി. എരുമയിലുള്ളതാണ് മുറ. ആടിലുള്ള ഒരു വെറൈറ്റിയാണ് ജംനാപ്യാരി. പക്ഷി പരിപാലനത്തിനെയാണ് പൗൾട്രി ഫാമിംഗ് എന്ന് വിളിക്കുക. മുട്ട, മാംസം എന്നിവയാണ് അതിലെ പ്രധാന പ്രൊഡക്റ്റുകള്. അതിലെ കോഴിയിൽ ഉൾപ്പെടുന്ന ഒരു ഇനമാണ് അതുല്യ. താറാവിലുള്ളതാണ് മസ്കവി. കാടയിൽ വരുന്നതാണ് ബോബ്വെറ്റ്. മൾബറി കൃഷിനെ മോറി കൾച്ചർ എന്നാണ് വിളിക്കുക. മുന്തിരി കൃഷിനെ വിറ്റി കൾച്ചർ എന്നാണ് വിളിക്കുക. പച്ചക്കറി കൃഷിനെ ഒലേറി കൾച്ചർ എന്ന് വിളിക്കുന്നു. പഴം പച്ചക്കറി കൃഷിനെ ഹോർട്ടി കൾച്ചർ എന്ന് വിളിക്കുന്നു. വന സസ്യങ്ങൾ, വനവിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തിന് സിൽവി കൾച്ചർ എന്ന് വിളിക്കുന്നു. ഈ പേരുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത് പിസി കൾച്ചർ ചോദിച്ചു കണ്ടിട്ടുണ്ട്, എപ്പി കൾച്ചർ ചോദിച്ചു കണ്ടിട്ടുണ്ട്, സെറി കൾച്ചർ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഇനി ടിഷ്യൂ കൾച്ചർ. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ പുതിയ ചെടികൾ വളർത്തിയെടുക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിജയകരമായി വികസിപ്പിച്ചെടുത്ത സസ്യങ്ങളാണ് വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ എന്നിവ. ടിഷ്യൂ കൾച്ചർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കലേനെയാണ് എക്സ്പ്ലാന്റ് എന്ന് വിളിക്കുക. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ടേം എക്സ്പ്ലാന്റ്. ഇനി ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം, അത് അഗാറാണ് മീഡിയം ഉപയോഗിക്കുക. അത് ലഭിക്കുന്ന ആൽഗയുടെ പേരാണ് ജെലീഡിയം. അഗർ ഉണ്ടാക്കുന്ന ആൽഗയുടെ പേരാണ് ജെലീഡിയം. ഇനി ഒരു സസ്യകോശത്തിന് വളർന്ന് പുതിയ സസ്യമാകാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ടോട്ടി പൊട്ടൻസി. ഇനി കുറച്ച് സങ്കര ഇനം സസ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളതുമായ ചെടികളെ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉണ്ടാക്കുന്ന രീതിയാണ് വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുക. വർഗസങ്കരണത്തിലൂടെ
ഉൽപ്പാദിപ്പിക്കുന്ന സങ്കരയിനം സസ്യങ്ങൾ അവരുടെ മാതൃസസ്യങ്ങളെക്കാൾ ഉന്നത നിലവാരം പുലർത്തുന്ന പ്രതിഭാസമാണ് ഹൈബ്രിഡ് വിഗർ. എന്ന് പറഞ്ഞാൽ രണ്ട് പാരന്റ്സിനേക്കാളും ബെറ്റർ ആയിരിക്കും കുട്ടികളുടെ പെർഫോമൻസ്. അതിനെയാണ് ഹൈബ്രിഡ് വിഗർ എന്ന് വിളിക്കുക. ഇനി ഏറ്റവും നല്ല വിത്തുകളോട് കൂടിയ സസ്യങ്ങളിൽ നിന്നുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്ന രീതിനെ പറയുന്ന പേരാണ് നിർധാരണം, സെലക്ഷൻ. നിർധാരണം. ബി.ടി വഴുതന നിരോധിക്കണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിന് കാരണം ജനിതക വൈകല്യത്തിന് കാരണമാകുന്നത് കൊണ്ടാണ്. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായത്തിന്റെ പേരാണ് ഹരിതശ്രീ. ഇനി കുറച്ച് വിളകളും അവയുടെ ജന്മദേശങ്ങളും തന്നിട്ടുണ്ട്. നോക്കിയേ, മാമ്പഴം, ഏലം, പരുത്തി, കുരുമുളക്, ഇത്രയും ജന്മദേശം ഇന്ത്യയാണ്. ഉരുളക്കിഴങ്ങ് പെറുവാണ്. കൊക്കോ അമേരിക്കയാണ്. കശുമാവ്, കൈതച്ചക്ക, മരച്ചീനി, റബ്ബർ, ഇത്രയും ബ്രസീലിൽ നിന്നാണ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, മാറി മാറി. മുന്തിരി റഷ്യയിൽ നിന്നാണ്. ഗോതമ്പ് തുർക്കി, വാനില മെക്സിക്കോ, പപ്പായ മെക്സിക്കോ, പച്ചമുളക് മെക്സിക്കോ. നെല്ലും തേയിലയും ചൈനയിൽ നിന്നാണ്. തെങ്ങ് മലേഷ്യയിൽ നിന്നാണ്. പുളി ആഫ്രിക്കയിൽ നിന്നാണ്. ഈ ഓരോന്നിന്റെയും അത് എവിടെയാണ് അതിന്റെ ഉത്ഭവം എന്നുള്ളത് ചോദിക്കും. റിപ്പീറ്റഡ് ആയി ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. അതില് മാറി മാറി ചോദിച്ചു കണ്ടിട്ടുള്ളത് മാമ്പഴ ഏലൊക്കെ ഒന്നുമല്ല, ഈ സെക്ഷനാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. കശുമാവ്, കൈതച്ചക്ക, മരച്ചീനി, റബ്ബർ, ഇതൊക്കെ. ഓക്കെ, ആരുടെയോ മൈക്ക് ഓൺ ആണ്. ഇനി കാർഷിക കാലങ്ങൾ. ഇന്ത്യയിൽ 3 പ്രധാന കാർഷിക കാലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഖാരിഫ് ഉണ്ട്, റാബി ഉണ്ട്, സെയ്ദ് ഉണ്ട്. ഖാരിഫ്, റാബി, സെയ്ദ്. പ്രധാന ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വല്ല കോഡൊക്കെ വെച്ചിട്ടൊന്ന് ഓർത്തിരിക്കാൻ പറ്റുമെന്ന് നോക്കിയോളൂ കേട്ടോ. നെല്ല്, ചോളം, പരുത്തി, തിന, ചണം, കരിമ്പ്, നിലക്കടല. പ്രധാന റാബി വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. സെയ്ദ് വിളകളാണ് പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, തണ്ണിമത്തൻ, വെള്ളരി, കാലിത്തീറ്റ വിളകൾ, ഇതൊക്കെ. റാബി വിളകളുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കൃഷിക്കാലമാണ് സെയ്ദ് എന്നറിയപ്പെടുന്നത്. ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ഒരു കാർഷിക കാലങ്ങളുടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഖാരിഫ് വിളയിറക്കുന്നത് ജൂണിലാണ്, മൺസൂണിന്റെ ആരംഭത്തിൽ. വിളവെടുക്കുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ അല്ലെങ്കിൽ നവംബറിൽ. മൺസൂണിന്റെ അവസാനത്തോടെ വിളവെടുക്കും. അതാണ് ഖാരിഫ്. അപ്പൊ നല്ല വെള്ളം വേണ്ടതാണ് ഖാരിഫ് കൃഷികളായിട്ട് ഇറക്കുക. റാബി ശൈത്യകാല കൃഷിയാണ്. റാബി എന്ന് പറയുന്നത് നവംബർ മിഡിലായിട്ട് ഇറക്കും. വേനൽ തുടങ്ങുമ്പോഴേക്കും കൃഷി എടുക്കും. ഇനി സെയ്ദ് വേനലിൽ കൃഷി ചെയ്യുന്നു, മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് അവസാനിപ്പിക്കും. അതിന് എക്സാമ്പിൾ ആണ് ദേ ഇവിടെ തന്നിരിക്കുന്നത്. ഓരോന്നും ഓരോ എക്സാമ്പിളും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേ പറ്റൂട്ടാ. ഇതില് നമുക്ക് എക്സെപ്ഷൻ ഒന്നും കൊടുക്കാനില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മാറി മാറി എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇത്രയും പോർഷനെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഈ നോട്ട് കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. ഇത് വായിച്ചു നോക്കാം. വായിച്ചു നോക്കി ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നോട്ട് അയക്കുന്നുണ്ട്, വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ ഇന്നെടുത്ത പോർഷൻ എല്ലാവർക്കും? ക്ലിയർ ആണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.